ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമുക്ക് നെഗറ്റീവ് ഫീലിങ്സ് വരയ്ക്കാൻ പഠിച്ചാലോ? ഇന്നലെ നമ്മൾ ഗ്രിഡ്സ് വരയ്ക്കാൻ പഠിച്ച അതിനകത്ത് കൂടുതൽ ലൈൻസ് ആയിരുന്നു. അതിനേക്കാളും ഈസിയാണ്. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള എലമെന്റ്സ് വരയ്ക്കുക, ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇന്നലത്തെ ആ വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് ഇന്നലത്തെ അതേ സ്റ്റെപ്പ് ചെയ്യുന്ന ഔട്ട്ലൈൻ വരയ്ക്കുക, മുകളിലും താഴെ 2 ലൈൻ വരയ്ക്കുക, അത് ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പുതുതായിട്ടൊരു എലമെന്റ് കൊണ്ട് നിൽക്കുന്നത് സ്പൈറൽ വരയ്ക്കുക. അങ്ങനെ ജസ്റ്റ് റൗണ്ട് ചുറ്റി ചുറ്റി വരച്ചിട്ട് അതിനകത്ത് ഡോട്ട് ഇടുക. അതിന് ചുറ്റും ഹംസ് വരയ്ക്കുക. എന്നിട്ട് അതിന് ചുറ്റും വീണ്ടും നമ്മളെ മലയാളാക്ഷരത്തിലെ ചെറിയ ഗ്യാപ്പിട്ട് ചെറിയൊരു പ്രഷറും കൊടുത്ത് വരച്ച് പോയാൽ മതി. അതിന് നമ്മൾ പുതിയൊരു എലമെൻ്റാണ് അടുത്ത് പഠിക്കുന്നത്. വരയ്ക്കുക. അതിൻ്റെ ചുരുപ്പിൻ്റെ അവിടെ താഴോട്ട് ഒരു കർവ് ലൈൻ പോവുക. അതിൻ്റെ ഔട്ട് സൈഡ് ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചർ കൊടുത്താൽ മതി. ഇതും സിമ്പിളാണ്, വരച്ച് നോക്കിയാൽ മതി. പിന്നെ താഴത്തെ സൈഡും ഞാൻ ഈ ഡിസൈൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണോ ഈ ഫില്ലിങ്സിനകത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ച് അതിൻ്റെ ഔട്ട് സൈഡെല്ലാം നമുക്ക് മെഹന്തി വെച്ച് ഫില്ല് ചെയ്ത് പോയാൽ മതി. ചെറിയൊരു പ്രഷർ കൊടുത്ത് ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റാണ്. ജസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, ഇന്നലെ ചെയ്ത അതേ സ്റ്റെപ്പിന് ഹംസ് വരയ്ക്കുക. പിന്നെ ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ അടുപ്പിച്ച് വരയ്ക്കൂലേ, അത് വരച്ചിട്ട് ഒരു ലൈൻ കൊടുക്കും, ചെറിയ ഗ്യാപ്പിട്ട് അത് ഫില്ല് ചെയ്തുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡിസൈൻ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പോൾ ബൈ.